ദിവ്യ, ഇന്ന് ഈ പാലക്കാട് കല്ലടിക്കോട് 3 വിദ്യാർത്ഥികളുടെ മരണം, ആ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകും. അതിനുശേഷം ഒരു പക്ഷേ ഈ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയതിനു ശേഷം പൊതുദർശനം, അതിനുശേഷമായിരിക്കും സംസ്കാരമുണ്ടാവുക. ഏതായാലും ഈ കുട്ടികളുടെ ഈ ദാരുണമായ മരണം, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. മറ്റൊന്ന് പാലക്കാട് ഹെഡ് ഗേവാർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ നൈപുണി വികസന കേന്ദ്രത്തിന് ഹെഡ് ഗേവാറിൻ്റെ RSS നേതാവിൻ്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്, അതായത് തുടങ്ങിയ വിവാദമാണ്. ആദ്യം കോൺഗ്രസ് ആയിരുന്നു ഇക്കാര്യത്തിൽ കുറേ കൂടി BJP-യുമായി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. BJP നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള പ്രകോപനമായ പ്രസംഗങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ പരസ്പരം ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ BJP അല്ലെങ്കിൽ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP അംഗങ്ങളും ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്, വെല്ലുവിളി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കായികമായി തന്നെ ഇരുപക്ഷത്തു നിന്നും വലിയ ഒരു ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും CPM അംഗങ്ങൾക്ക്, അതായത് BJP കൗൺസിൽ അംഗങ്ങളിൽ നിന്നും CPM അംഗങ്ങൾക്ക് കായികമായി ആക്രമണം ഏറ്റു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് 10 മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് CPM ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഹെഡ് ഗേവാർ വിവാദത്തിൽ CPM ഒരുപക്ഷെ കുറേ കൂടി കക്ഷിയാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇന്ന് CPM-ൻ്റെ പ്രതിഷേധ മാർച്ച് 10 മണിക്ക് പാലക്കാട് നഗരസഭ ഓഫീസിലേക്ക് ഉണ്ടാകും. അതാണ് ഈ ഹെഡ് ഗേവാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് പാലക്കാട് ഉണ്ടാകാൻ ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി കൂടുതൽ സജീവമായ പ്രവർത്തനത്തിലേക്ക്, അതായത് പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് ഇരു മുന്നണികളും കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ യോഗം നിലമ്പൂർ വെച്ച് 2:30 ചേരുന്നുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുക. സ്ഥാനാർത്ഥി നിർണയം, അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ UDF-ഉം കുറേ കൂടി സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് കൺവെൻഷനുകളാണ് UDF-ൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ മൂത്തേടം, കരുളായി പഞ്ചായത്തുകളുടെ കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത്. കുറേ കൂടി പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിലേക്കാണ് UDF കടന്നിരിക്കുന്നത്. ഇതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിനുണ്ടാകാനുള്ള ഇരു മുന്നണികളുടെയും പരിപാടി എന്ന് പറയുന്നത്. മറ്റൊന്ന് കോഴിക്കോട് CPM നടത്തിക്കൊണ്ടുവരുന്ന ഭീകരവാദ വിരുദ്ധ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി ഇന്ന് 5 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വെച്ച് നടക്കുന്നുണ്ട്. എ റഹീം MP ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ദിവ്യ.